നമസ്കാരം. നമ്മൾ എത്തിയിരിക്കുന്നത് നെടുങ്കുന്നത്തിന്റെ കൊടുങ്ങാലൂർ ചിറയിലാണ്. ആ നെടുങ്കുന്നത്തിന്റെ തന്നെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ കൊടുങ്ങാലൂർ ചിറ ഉൾപ്പെടുന്ന ഭാഗം. ഈ കൊടുങ്ങാലൂർ ചിറയെക്കുറിച്ച് പറയുമ്പോഴത്തേനും നെടുങ്കുന്നത്തിന്റെ ഉത്ഭവം തൊട്ടേ ഉള്ള ഒരു ചിറ കൂടിയാണ്. ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെയും നാളിതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇതിങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു ജലസ്രോതസ്സിനെ പ്രധാനമായിട്ടും നമുക്ക് പല രീതിയിലും പല ടൂറിസം പദ്ധതിയിലും ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. നെടുങ്കുന്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ് കൂടിയാണ്. കുളിക്കുവാനായിട്ടും നനയ്ക്കുവാനായിട്ടും ഒക്കെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഇതിന്റെ അവസ്ഥ ഇത് കണ്ടു നോക്കുക. വളരെ മാലിന്യം നിറഞ്ഞ രീതിയിൽ യാതൊരു തരത്തിലും പരിപാലിക്കാതെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ കൊടുങ്ങാലൂർ ചിറയ്ക്കുള്ളത്. കാരണം 25 വർഷമായിട്ട് പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിലാണ് എനിക്ക് തോന്നുന്നു ഗിന്നസ് റെക്കോർഡ് പോലെ, അതായത് കഴിഞ്ഞായിട്ട് മുമ്പിലത്തെ പ്രാവശ്യം 5 പ്രസിഡന്റാണ്. ഓരോ വർഷം ഓരോ പ്രസിഡന്റ്, പിന്നെ അര പ്രസിഡന്റും ഉണ്ടായിരുന്നു 5ാം വർഷം. അപ്പൊ അത്തരത്തിൽ ഈ അധികാര കച്ചവടവും അധികാര കസേര കൈമാറ്റവും നടക്കുന്ന ഒരു പ്രദേശമായിട്ട് ഈ നെടുങ്കുന്നം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചില വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ എങ്കിലും ഇതുണ്ട്, ഇതിന്റെ സംരക്ഷണ ഭിത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ശരിക്കും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാവുന്ന രീതിയിൽ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത് ഇതിന്റെ പെയിന്റിംഗ് വർക്കുകൾ നടന്നെന്ന് പറയുന്നത് പുല്ലേ കൂട്ടി പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്ന അവസ്ഥയാണ്. അത്തരത്തിൽ നിരുത്തരപരമായിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെടുങ്കുന്നം ശ്രീഭദ്രകാളി ക്ഷേത്രത്തിന്റെ നമ്മുടെ ആറാട്ടുകുളമായിട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്നുണ്ട്. പക്ഷെ ചിറയുടെ കാര്യത്തിൽ അതല്ല. ചിറയുടെ കാര്യത്തിൽ വളരെ നിരുത്തരപരമായിട്ടുള്ള നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരെയൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ബോട്ടിങ്ങോ മറ്റു കാര്യങ്ങളോ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ 4 മണിക്കാറ്റൊക്കെ പോലെ തന്നെ അവർക്കും ഒരു വരുമാന മാർഗമായിട്ട് മാറും. പക്ഷെ എങ്കിലും ഇതൊന്നും തന്നെയും പഞ്ചായത്ത് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയെന്ന് എടുത്തു പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ ടൂറിസം പദ്ധതിയായിട്ട് വിനിയോഗിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൊടുങ്ങാലൂർ ചിറ. പക്ഷേ ഇതുണ്ട്, ഇതിൻ്റെ അവസ്ഥ കണ്ടോ, കാട് പിടിച്ച് അതേപോലെ വൃത്തി ഇല്ലാത്ത രീതിയിലും ഒക്കെ തന്നെയും കിടക്കുകയാണ്. ഇത് സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ 4 മണിക്കാറ്റ് പോലെ തന്നെ ഇവിടെ ഒരു ബോട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി, കൊട്ടവഞ്ചിയോ ഒക്കെയുള്ള ഒരു ആക്ടിവിറ്റി കൊണ്ടുവരികയാണെങ്കിൽ ഇവിടുത്തെ കുടുംബശ്രീയിലെ ചേച്ചിമാർക്കാണെങ്കിലും നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പദ്ധതിയാക്കി മാറ്റാവുന്നത് ഇവിടുത്തെ അധികാര കസേരയുടെ വടംവലിയും അധികാര കച്ചവടവും കഴിഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കത്തില്ല. കാരണം 25 വർഷമായിട്ട് നെടുങ്കുന്നത്തെ ജനങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ മതി എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ പ്രവർത്തനവും കടന്നു പോവുകയും ചെയ്യുന്നത്. എങ്കിലും ഒന്ന് ഇറങ്ങി കുളിക്കുവാനോ അല്ലെങ്കിൽ നനയ്ക്കുവാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് പകരം പഞ്ചായത്ത് യാതൊരു സംരക്ഷണം കൊടുക്കാത്തതിൻ്റെ സൂചനയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത്രയ്ക്കും വൃത്തിഹീനമായിട്ടാണ് ഈ ഒരു പ്രദേശം കിടക്കുന്നത് എന്നുള്ളതാണ്. ഉപയോഗിക്കാനായിട്ട് യാതൊരു തരത്തിലും പറ്റുന്നില്ല എന്നുള്ളതാണ്.